എല്ലാവർക്കും നമസ്കാരം. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് NLP ഇൻ്റർനാഷണൽ മാസ്റ്റർ ട്രെയിനർ ഡോക്ടർ പോൾ തോമസ് ആണ്. അദ്ദേഹം NLPയുടെ ട്രെയിനിങ് നൽകുന്നതിന് വേണ്ടി UK വന്നപ്പോൾ അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് കിട്ടിയതാണ്. ഏതായാലും നമുക്ക് അദ്ദേഹത്തോട് കൂടുതൽ കാര്യങ്ങൾ എന്താണ് NLPയുടെ ഗുണങ്ങൾ എന്താണ്, ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം. വെൽക്കം ഡോക്ടർ പോൾ തോമസ്. താങ്ക് യു സോ മച്ച് ശ്രീജുവാൻ. താങ്ക് യു. ഞങ്ങൾ ഈ NLPയെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്. NLP ഒരുപാട് നല്ലതാണ്, ആൾക്കാർ ചെയ്യുന്നത് നല്ലതാണ്, ബിസിനസ്സുകാർ ചെയ്യുന്നത് നല്ലതാണ്, അല്ലെങ്കിൽ NLP ചെയ്ത് കഴിഞ്ഞാൽ അത് കുടുംബ ജീവിതത്തിലേക്കും ബിസിനസ്സിലേക്കും നമ്മുടെ എല്ലാ മേഖലകളിലും അത് നമ്മളെ ഒരുപാട് സഹായിക്കുമെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഈ NLP? അതിനു മുൻപേ അങ്ങനെക്കുറിച്ച് ഒന്ന് ഇൻട്രഡക്ഷൻ പോലെ പറയുകയാണെങ്കിൽ കുറച്ചുകൂടെ. തീർച്ചയായിട്ടും, മൈ പ്ലഷർ. ആക്ച്വലി ഞാൻ മൈക്രോസോഫ്റ്റ് എന്ന് പറഞ്ഞ കമ്പനിയിൽ വിദേശ രാജ്യം സൗദി അറേബ്യയിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ടുവേർഡ്സ് എൻഡ് ഓഫ് 2000 ഇങ്ങനെ വളരെ യാദൃശ്യമായി മൈക്രോസോഫ്റ്റിൽ ഉണ്ടായിരുന്ന ചില ഇൻട്രാക്ഷൻ്റെ ഭാഗമായിട്ട് NLP എന്നതിനെ പറ്റി കേൾക്കാൻ സാഹചര്യമുണ്ടായി. അത്തരം ഒരു സാഹചര്യത്തിൽ ദെൻ വാട്ട് ഈസ് ക്യൂരിയോസിറ്റി ഓൾവേസ്, സോ വാട്ട് ഈസ് NLP എന്ന് അറിയാനായിട്ടുള്ള ഒരു താല്പര്യമുണ്ടായി. അങ്ങനെ അതിലേക്ക് തുടങ്ങിയാണ്. അപ്പം എൻ്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് ഈ NLPക്ക് മുമ്പ് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത്, ഞാൻ വെരി പ്രൊഫഷണലായിട്ട് ഒരു HR മേഖലയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതോടൊപ്പം ബിസിനസ് മേഖലയുണ്ടായിരുന്നു. പ്രത്യേകിച്ച് നമ്മുടെ കൂടുതൽ FMCG പ്രൊഡക്റ്റുകളായിരുന്നു കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ബിസിനസ്സിനോടൊപ്പം തന്നെ മറ്റ് ചില ബിസിനസ്സുകളും ആൻഡ് അപ്പാർട്ട് ഫ്രം ദാറ്റ് ഈ മൈക്രോസോഫ്റ്റിലെ ജോലിയും എല്ലാം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ലൈക്ക് ആസ് യു നോ ദാറ്റ് നമ്മളെല്ലാം ചരിത്രം പഠിക്കുന്നവരാണ്. ലോക ചരിത്രം രണ്ടായി കീറി മുറിച്ചു, ഇന്ത്യ ചരിത്രം രണ്ടായി കീറി മുറിച്ചു. അപ്പൊ എൻ്റെ ഉള്ളിൽ തോന്നിയ ഒരു ഭാഗം എന്ന് പറയുന്നത് വൈ ഡോണ്ട് ഐ ജസ്റ്റ് ഡിവൈഡ് മൈ ലൈഫ് ഇൻടു ടു. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള ഒരു പ്രയാണവും ആരംഭിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ കുറേയും കൂടെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള ചിന്തയുണ്ടായിരുന്നു. അപ്പോൾ അതിന് എന്നെ ഇൻസ്പയർ ചെയ്ത് വേറൊരു ഘടകം എന്ന് പറയുന്നത് 1 തൊട്ട് 12 വരെയും പഠിച്ചതിൽ ഞാൻ സത്യത്തിൽ ഒന്നിനും ജയിച്ചിട്ടില്ലാത്തൊരു വ്യക്തിയാണ്. ഓക്കെ, ഇൻട്രസ്റ്റിംഗ്ലി പറഞ്ഞാൽ 10ാം ക്ലാസ് മാത്രമാണ് പാസ്സായിട്ടുള്ളൂ. ദെൻ ലേറ്റർ ഞാൻ അന്നത്തെ PDC അത് പഠിച്ചു. ഞാൻ മനസ്സിലാക്കിയത് അനുസരിച്ച് എൻ്റെ കോളേജിലെ എല്ലാ വിഷയത്തിനും തോറ്റ ഒരു ഏക വ്യക്തി ഞാനായിരുന്നു. എൻ്റെ സാറ് പറഞ്ഞ് ഇൻക്ലൂഡിങ് മലയാളം എന്ന് പറഞ്ഞപ്പോൾ ഈ മലയാളത്തിന് എന്ത് പറ്റിയെന്ന് എനിക്കറിയില്ലായിരുന്നു. കാരണം ഇൻക്ലൂഡിങ് എന്ന വാക്കിൻ്റെ അർത്ഥം പറഞ്ഞാലല്ലേ ഈ മലയാളത്തിന് എന്ത് പറ്റിയെന്ന് അറിയാം. അപ്പം എന്നെ പറ്റിയിട്ട് തന്നെ എനിക്ക് ഒരു മതിപ്പ് തോന്നി തുടങ്ങിയ ഒരു സാഹചര്യമുണ്ട്. അപ്പം ഞാൻ ഈ പറഞ്ഞതുപോലെ ഈ എല്ലാ വിഷയത്തിനും തോൽക്കുകയും ജീവിതത്തിൽ എല്ലാവരുടെയും മുമ്പിൽ ഒരു പരാജയം പക്ഷെ എൻ്റെ മനസ്സിൽ അത് ഒരിക്കലും സ്വാധീനിച്ചിട്ടില്ല. സ്റ്റിൽ എൻ്റെ മനസ്സിൽ എന്തോ പോസിറ്റീവായിട്ട് ധാരാളം ഉണ്ട് എന്നൊരു ചിന്തയായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് മൈക്രോസോഫ്റ്റിൻ്റെ സാഹചര്യം അറിയാമല്ലോ. പ്രത്യേകിച്ച് ഒരു അമേരിക്കൻ കമ്പനി ആയതുകൊണ്ട് ധാരാളം ഇൻട്രാക്ഷൻസ് ഫോറിനേഴ്സ് ആയിട്ട്, യൂറോപ്യൻസ് ആയിട്ട്, അമേരിക്കൻസ് ആയിട്ട്, ഏഷ്യൻസ് ആയിട്ട് നടക്കുന്നുണ്ട്. അങ്ങനെ നടക്കുന്നതിനിടയിലാണ് ഞാൻ ഈ NLPയെ പറ്റി കാണാനും കേൾക്കാനും ഇടയായത്. അപ്പം അതുവരെയുള്ള ലൈഫിൽ നിന്ന് ഞാൻ സൂചിപ്പിച്ച പോലെ പ്രൊഫഷണലായിട്ടുള്ള ജോലി, ബിസിനസ് മേഖലകൾ, പഠനം, ഇതിൽ നിന്നെല്ലാം എന്തോ സംതിങ് ഡിഫറെൻ്റ് ആയിട്ട് ഇതിലൂടെ ചെയ്യാൻ പറ്റും എന്നൊരു ചിന്ത വന്നു. അങ്ങനെയാണ് സത്യത്തിൽ ഞാൻ എൻ്റെ ലൈഫിൻ്റെ NLPയിലേക്കുള്ള തുടക്കവും അതിന് മുമ്പുള്ള തുടക്കം ഞാൻ സൂചിപ്പിച്ച പോലെ സൗദി അറേബ്യയിലുമായിരുന്നു. ദാറ്റ്സ് വാട്ട് ഇസ് മീ ആക്ച്വലി. വെരി ഇൻട്രസ്റ്റിംഗ്. അപ്പോൾ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ ഒക്കെ എവിടെ നിന്നാണ് കഴിഞ്ഞത്? ഓക്കെ, ഈ NLP എന്ന് പറയുന്നത് ദർ ആർ ഫ്യൂ ബോർഡ് ഓഫ് NLPs ഉണ്ട്. ഫോർ എക്സാമ്പിൾ അമേരിക്കൻ ബോർഡ് ഓഫ് NLP, അതിനെ നമ്മൾ ABNLP എന്ന് വിളിക്കും. ഓക്കെ, ദെൻ സെക്കൻഡ് വൺ ഈസ് ANLP എന്ന് വിളിക്കും. ANLP തന്നെ 2 ഭാഗമുണ്ട്. ഒന്ന് ANLP അസോസിയേഷൻ ഓഫ് ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാം, അത് ഇന്ത്യ ബേസ് ചെയ്തിട്ടുള്ളതാണ്. And the faculties are from Europe itself. Then there is ANLP എന്ന് പറയുന്നത് CC എന്ന് കൂടെ പറയും. എന്ന് പറഞ്ഞാൽ അത് അമേരിക്കൻ അത് അസോസിയേഷൻ ഓഫ് ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ്, ദാറ്റ്സ് അനദർ ബോർഡ്. ദെൻ ISNLP എന്ന് പറയും, ഇന്ത്യൻ സൊസൈറ്റി ഓഫ് NLP. അങ്ങനെ ഡിഫറെന്റ് ബോർഡ്സ് ആണ് ഇത്. ജസ്റ്റ് ലൈക്ക് നമ്മുടെ യൂണിവേഴ്സിറ്റീസ് എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് ഹവാർഡ് യൂണിവേഴ്സിറ്റി ഉണ്ട്, ഇവിടുത്തെ പശ്ചാത്തലത്തിൽ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി, കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി എന്നൊക്കെ പറഞ്ഞ പോലെ ഡിഫറെന്റ് ബോർഡ്സ് ഓഫ് സ്കൂൾസ് ആണ്. അതിൽ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സിലബസുകളുണ്ട്. ആ സിലബസുകൾ എല്ലാ ബോർഡുകളും നിർബന്ധമായിട്ടും പാലിക്കേണ്ടതാണ്. അതാണ് ഇതിൻ്റെ ഒരു അതോറിറ്റി ഫിഗർ.
അപ്പാർട്ട് ഫ്രം ദ അതോറിറ്റി ഫിഗർ ഇതിന്റെ സ്റ്റേജസ് ഓഫ് ക്വാളിഫിക്കേഷൻസും ഉണ്ട്. ഓക്കെ, അപ്പം അതിൽ ഒന്നാമത്തെയാണ് NLP ബേസിക് ലെവൽ എന്ന് പറയും. ആ ബേസിക് ലെവലിൻ്റെ അകത്ത് നമുക്ക് സർട്ടിഫിക്കേഷൻ കോഴ്സാണ്. ആ സിലബസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യു ആർ ക്വാളിഫൈഡ് ആസ് എ ബേസിക് പ്രാക്ടീഷണർ. ദെൻ നെക്സ്റ്റ് ലെവലാണ് മാസ്റ്റർ പ്രാക്ടീഷണർ. ഷിജുമോന് ഓൾറെഡി NLPയുടെ ബേസിക്കും കഴിഞ്ഞു, മാസ്റ്ററും കഴിഞ്ഞ ആളാണ്. സോ യു ആർ എ സർട്ടിഫൈഡ് NLP മാസ്റ്റർ പ്രാക്ടീഷണർ. ആൻഡ് ഈ സർട്ടിഫിക്കറ്റ് ABNLPയുടെയും ANLPയുടെയും ISNLPയുടെയും അതേപോലെ എൻ്റെ അക്രഡിറ്റേഷൻ ഞാൻ ഇന്ത്യയിൽ ഇത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ അക്രഡിറ്റേഷൻ എല്ലാം കൂടെ ചേർന്ന സർട്ടിഫിക്കറ്റാണ് ഷിജുമോനും കിട്ടിയിരിക്കുന്നത്. ദെൻ അതിനുശേഷം സത്യത്തിൽ NLP വെരിഫൈഡ് മാസ്റ്റർ പ്രാക്ടീഷണർ ഉണ്ട്. അത് കഴിഞ്ഞ് NLP ഫോർ ദ ഹെൽത്ത് എന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി. ദെൻ ഫ്രൂട്ട്സ് ഓഫ് ദ സ്പിരിറ്റ് എന്ന് പറയും, അല്ലെ ടൂൾസ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ അത് കുറച്ചും കൂടെ സ്പിരിച്വൽ തലത്തിലേക്ക് പോകുന്നതാണ്. ഈ സ്പിരിച്വൽ തലം എന്ന് പറയുമ്പോൾ ഇവിടെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടും സയന്റിഫിക് ആയിട്ടും നമ്മൾ എടുത്തു പറയേണ്ട ഒരു ഭാഗം, ഇറ്റ്സ് നോട്ട് റിലീജിയസ്. ഓക്കെ, ഇറ്റ് ഇസ് ഫാർ ബിയോണ്ട് ദ കോൺസെപ്റ്റ് ഓഫ് റിലീജിയൻ. ഹൈലി സ്പിരിച്വൽ ലെവലിലേക്ക് പോകും. അതാണ് എൻ്റെ നെക്സ്റ്റ് ലെവൽ. റിലീജിയസ് അല്ല, സ്പിരിച്വൽ. ഇത് ഹൈലി സ്പിരിച്വൽ ലെവലിലേക്കാണ്. അതെനിക്ക് പലർക്കും കൺഫ്യൂഷൻ ഉണ്ടെന്ന് തോന്നുന്നു, ഈ സ്പിരിച്വലും റിലീജിയസും തമ്മിലുള്ള വ്യത്യാസം. ആക്ച്വലി ദാറ്റ്സ് ട്രൂ. ആൻഡ് വാട്ട് വി ക്യാൻ ഈസി വേ ടു അണ്ടർസ്റ്റാൻഡ്, ഒരു റിലീജിയസ് ആയിട്ടുള്ള ഒരു വ്യക്തി ഒരിക്കലും സ്പിരിച്വൽ ആവണമെന്ന് നിർബന്ധമില്ല. അതേസമയം ഒരു സ്പിരിച്വൽ പേഴ്സൺ അവൻ എന്നും റിലീജിയസ് ആയിരിക്കുകയും ചെയ്യും. അതായത് എന്നും പള്ളിയിൽ പോകുന്നവരും അല്ലെങ്കിൽ അമ്പലത്തിൽ പോകുന്നവരും സ്പിരിച്വൽ ആകണം നിർബന്ധമില്ല, കടമയ്ക്ക് വേണ്ടിയിട്ട് പോകുന്നു. എക്സാക്ട്ലി. അതിനെ ഞാൻ പലപ്പോഴും വിളിക്കുന്നത് ഒരു ആത്മീയ അഭ്യാസങ്ങളെന്നോ അല്ലെങ്കിൽ ഒരു ഭക്താഭ്യാസങ്ങൾ. ഇറ്റ്സ് നോട്ട് ആത്മീയ, ഇത് ഭക്ത അനുഷ്ഠാനങ്ങൾ അത്രേ ഉള്ളത്. അതിനും അപ്പുറത്തേക്കാണ് നമ്മൾ പോകേണ്ടത്. ബിയോണ്ട് ദ റിലീജിയസ് ആക്ടിവിറ്റിക്ക് അപ്പുറത്തേക്ക് നമ്മൾ പോകുമ്പോഴാണ് സത്യത്തിൽ നമ്മൾ ഈ NLPയുടെ യൂസ്ഫുൾനെസ്സും അവിടെ വരുന്നത്. ഓക്കെ, വെരി വെരി ഇൻട്രസ്റ്റിംഗ്. അപ്പം ആളുകൾക്ക് ഇപ്പോഴും കൺഫ്യൂഷൻ ഉണ്ട്. നമുക്ക് എങ്ങനെ ഇതിനെ ഒന്ന് ഡിഫൈൻ ചെയ്യണം, എന്താണ് NLP? ഓക്കെ, ഫൈൻ. എന്താണ് അതിന്റെ ഫുൾ ഫോം? NLP എന്ന് പറഞ്ഞാൽ ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ്. അതാണ് ഈ 3 അക്ഷരങ്ങൾ കൊണ്ട് അർത്ഥമാക്കുന്നത്. സോ ന്യൂറോ എന്ന ആ വാക്ക് സത്യത്തിൽ മലയാളത്തിലേക്ക് അതിനെ നമ്മൾ വിവർത്തനം ചെയ്യുകയാണെങ്കിൽ നമുക്കതിനെ നാഡീവ്യൂഹം എന്ന് വിളിക്കാം. ഇവിടെ ശ്രോതാക്കളെ ഇതിനെ കാണുന്ന ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ നാഡീവ്യൂഹം അല്ലെങ്കിൽ ന്യൂറോ എന്ന് പറയുന്ന ഞരമ്പായിട്ട് പലപ്പോഴും ഇതിനെ വ്യാഖ്യാനിച്ച് യൂട്യൂബിലൊക്കെ കേട്ടിട്ടുണ്ട്. ഞരമ്പെന്ന് പറഞ്ഞാൽ ബ്ലഡ് വെസൽസ് ആണ്. ഇത് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ന്യൂറോ കെമിസ്ട്രി. ഫോർ എക്സാമ്പിൾ ഷിജ്മൻ കേട്ടിട്ടുണ്ടാകും ഡോപ്പാമൈൻ, ഓക്സിറ്റോസിൻ, വാസോപ്രസിൻ, അഡ്രിനാലിൻ, നോറഅഡ്രിനാലിൻ, എൻഡോർഫിൻ, അല്ലേ, സെറോട്ടോണിൻ, ഇങ്ങനെ ലോട്ട്സ് ഓഫ് ന്യൂറോ കെമിസ്ട്രി എന്നാണ് ഹോർമോൺസ്. നമ്മൾ ലാർജർ സെൻസിലാണ് അതിനെ നമ്മൾ ഹോർമോൺസിന് എന്ന് വിളിക്കുന്നത്. എന്നാലും അതിനെ നമ്മൾ പിൻ പോയിന്റ് ചെയ്യുമ്പോൾ അത് പിന്നെ ന്യൂറോ കെമിസ്ട്രി എന്ന് തന്നെയാണ്. കറക്റ്റ് വേർഡ് പറയുന്നത് ന്യൂറോ പെപ്റ്റൈഡ് എന്നാണ്. ന്യൂറോ പെപ്റ്റൈഡ്. അപ്പോൾ എന്തൊക്കെയാണ് ന്യൂറോ പെപ്റ്റൈഡ് എന്ന് ഒരു ന്യൂറോ സയന്റിസ്റ്റിന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. എന്നാലും നമ്മൾ ഈ മേഖലയിലുള്ള ആൾക്കാരായതുകൊണ്ട് ഓക്സിറ്റോസിൻ, എൻഡോർഫിൻ, ഗാബ, അസിറ്റോകോളിൻ, ഇതൊക്കെ ഈ ന്യൂറോ പെപ്റ്റൈഡ് തന്നെയാണ്. അപ്പൊ ഈ ന്യൂറോ പെപ്റ്റൈഡ് നമ്മുടെ ഉള്ളിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ ഒരു ന്യൂറോൺസിൽ നിന്ന് അടുത്ത ന്യൂറോൺസിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യും. അപ്പൊ അതാണ് ഈ ന്യൂറോണിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫങ്ഷൻ. ഉദാഹരണത്തിന് ലെറ്റ്സ് ഹാപ്പിനെസ് വന്നു, അപ്പം ഡോപ്പാമൈനും അതിന്റെ കോമ്പിനേഷൻ ആയിട്ടുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് വരുന്നു. അപ്പൊ എന്ത് ചെയ്യണം, അത് നമ്മളിലേക്ക് അതിന്റെ ഫീലിംഗ് തലത്തിലേക്ക് വരണമെങ്കിൽ അത് എന്ത് ചെയ്യണം, അത് നമ്മുടെ ന്യൂറോൺസിലൂടെ പാസ് ചെയ്ത് കൊണ്ടുപോകണം. അതാണ് ഈ ന്യൂറോൺസ് എന്നതിലൂടെ അർത്ഥമാക്കുന്നത്. ലിംഗ്വിസ്റ്റിക് എന്ന് പറയുന്നത് നമുക്കറിയാം, ആശയവിനിമയങ്ങൾ എപ്പോഴും നടക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലാംഗ്വേജ് ഇവിടെ നമ്മൾ ഈ NLPക്കകത്ത് ഈ ലാംഗ്വേജ് പാറ്റേൺ എന്ന് പറയുന്നത് ഒബിയസ്ലി മച്ച് മോർ ഡിഫറെൻ്റ് ആണ്. നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് സിമാൻറ്റിക്സ് എന്ന് പറയും. സിമാൻറ്റിക്സ് എന്ന് പറയുന്നത് ദ മീനിങ് ഓഫ് ദ ലാംഗ്വേജ് ഓൺ ദ കോണ്ടെക്സ്റ്റ്. ഇപ്പം ഞാൻ ഫോർ എക്സാമ്പിൾ ഷിജുമോനോട് ഇങ്ങനെ ചോദിക്കണം, അരിശം വന്നു കഴിയുമ്പോൾ, വല്ലാതെ ദേഷ്യം വരുമ്പോൾ മക്കളെ കൈകൊണ്ടാണോ അതോ വടി കൊണ്ടാണോ അടിക്കുന്നത്? ഓക്കെ, അപ്പം മേ ബി യുവർ ആൻസർ ഞാൻ കൈ കൊണ്ടടിക്കും, അല്ലെ വടി കൊണ്ടടിക്കും,
അല്ലെങ്കിൽ ഇങ്ങനെ പറയും കൈ കിട്ടുന്ന വെച്ചിട്ട് അടിക്കും, അതല്ലെങ്കിൽ പറയും നോ ഞാൻ കുട്ടികളെ തല്ലാറില്ല. അപ്പം ഇവിടെ മൈ ക്വസ്റ്റ്യൻ ഒരു റോങ് ക്വസ്റ്റ്യൻ ആണ്. അതായത് അരിശം വരുമ്പോൾ കൈകൊണ്ടാണോ വടി കൊണ്ടാണോ അടിക്കുന്നത് എന്നത് റോങ് ക്വസ്റ്റ്യൻ ആണ്. അപ്പം അതിൻ്റെ ആൻസർ സത്യത്തിൽ പറയുന്നതിലൂടെ എനിക്ക് ആക്ച്വലി ഹൗ ഡു യു ഹാൻഡിൽ യുവർ ചിൽഡ്രൻ എന്ന ഒരു റിയാലിറ്റി എനിക്ക് മനസ്സിലാക്കുന്നു. സോ ഇറ്റ് ഈസ് ആക്ച്വലി ആസ്ക് എ റോങ് ക്വസ്റ്റ്യൻ ടു ഗെറ്റ് ദ റൈറ്റ് ആൻസർ. ഓക്കെ ക്ലിയർ ആണല്ലോ അല്ലേ? അതേസമയം ഒരു ഹിപ്നോട്ടിക് ഒരു പാറ്റേണിലേക്കാണ് ഞാൻ അതേ ലിംഗ്വിസ്റ്റിക്സ് ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ ഇപ്പം ഞാൻ ഷിജുമോനോട് ചോദിക്കാം, ഷിജുമോനെ ഒരു ഹിപ്നോട്ടൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ കസേരയാണോ അതോ ആ അപ്പുറത്ത് കാണുന്ന ആ കസേരയാണോ പ്രിഫർ ചെയ്യുന്നത് എന്ന് ചോദിക്കും. അപ്പം അത് ഐ എം ജസ്റ്റ് ആക്ച്വലി പുട്ടിങ് യു ഇൻ ടു കൺഫ്യൂഷൻ. ഡിസിഷൻ അവിടെ എടുപ്പിക്കുകയാണ്. അപ്പം നാച്ചുറലി either you choose this one or the other one. അപ്പോൾ എനിവേ അവിടെ എന്ത് ചെയ്തിട്ടില്ല, 100% ബില്ലിംഗ് അല്ലാതെ തന്നെ എനിക്ക് എന്ത് കിട്ടി, പെർമിഷൻ കിട്ടി ടു ഹിപ്നോട്ടൈസ്. Okay, that's a language pattern. And ഈ ലാംഗ്വേജ് പാറ്റേൺ നമുക്ക് ഫാമിലി ലൈഫിൽ ഉപയോഗിക്കാം, ടീച്ചിങ്ങിൽ ഉപയോഗിക്കാം, ഡോക്ടേഴ്സിന് ഉപയോഗിക്കാം, ലോയേഴ്സിന് ഉപയോഗിക്കാം, ജഡ്ജസിന് ഉപയോഗിക്കാം, ഈവൻ ബിസിനസ് മച്ച് മോർ ഇഫക്റ്റീവ്ലി ഉപയോഗിക്കാം. അപ്പം ഈ ലാംഗ്വേജ് പാറ്റേൺ നമ്മൾ പ്ലേ ചെയ്യാമെന്നത് ഇതിനകത്ത് ബേസിക്കലി നമ്മുടെ സാധാരണ ലൈഫിൽ കുടുംബത്തിലും സമൂഹത്തിലും ഒക്കെ ഉപയോഗിക്കാനായിട്ട്. എക്സാക്ട്ലി. അതിലൂടെ നമുക്ക് ഔട്ട്കം എന്ന് പറയുന്നത് വളരെ ഹാപ്പിനെസ് ആണ്. ഒരു വൂണ്ടഡ് ആയിരിക്കില്ല, ഹേർട്ട് ചെയ്യപ്പെടുകയാണ്. ക്ലിയർ ആണല്ലോ? ദെൻ കംസ് ദ പ്രോഗ്രാമിംഗ്. ഈ പ്രോഗ്രാമിംഗ് സൈഡിൽ എന്ന് പറയുന്നത് നമ്മൾക്ക് മനഃശാസ്ത്രജ്ഞന്മാരുടെ ഇടയിൽ വളരെയധികം അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഇപ്പോൾ സിഗ്മണ്ട് ഫ്രോയിഡ്, കാൾ യൂങ്, വിൽഹെൻ വൂണ്ടഡ്, ജെയിംസ് അലൻ ജെയിംസ്, ലോട്ട്സ് ഓഫ് മനഃശാസ്ത്ര വിദഗ്ധന്മാർ, ഇവർ തമ്മിൽ പല മേഖലകളിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. എന്നാൽ ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്ന 3 മേഖലകളിൽ ഒരു അഭിപ്രായ വ്യത്യാസമില്ല. 0 മുതൽ 7 വയസ്സ് വരെയുള്ള ഒന്നാമത്തെ കാലഘട്ടത്തെ വിളിക്കുന്നത് ഇംപ്രിന്റിംഗ് പീരീഡ് എന്നാണ്. രണ്ടാമത്തെ കാലഘട്ടത്തെ വിളിക്കുന്നത് മോഡലിംഗ് പീരീഡ് എന്നാണ്. മൂന്നാമത്തെ കാലഘട്ടത്തെ നമ്മൾ വിളിക്കുന്നത് സോഷ്യലൈസേഷൻ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇംപ്രിന്റിംഗ്, സെക്കൻഡ് മോഡലിംഗ്, തേർഡ് വൺ സോഷ്യലൈസേഷൻ. ഏതൊക്കെ കാലഘട്ടങ്ങളാണ്? 0 മുതൽ 7 വയസ്സ് വരെയുള്ള കാലഘട്ടത്തെ ഇംപ്രിന്റിംഗ് ആണ്. ഈ ഇംപ്രിന്റിംഗ് കാലഘട്ടത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത പലപ്പോഴും പലരും ഇഗ്നോറന്റ് ആണ്. ദ കോൺഷ്യസ് ഫാക്കൽറ്റീസ് ആർ നോട്ട് ഡെവലപ്ഡ് എന്നാണ് പറയുക. എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോധ മനസ്സ് അത്രമാത്രം ശക്തമല്ലാത്ത ഒരു കാലഘട്ടമാണ്. അപ്പോൾ അവിടെ സെക്കൻഡ് പോയിന്റ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, ആ കാലഘട്ടത്തിൽ കുട്ടികളുടെ ഇൻഫൻസിന്റെ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇമേജസും ഇമോഷൻസും ആണ്, ഫീലിങ്സ് ആണ്. അതേപോലെ ഇമേജസ് വാട്ട് ദേ സീ. അതുകൊണ്ടായിരിക്കും നമ്മൾ അവരോട് ഒരു കാര്യം പറഞ്ഞാൽ അവര് ശ്രദ്ധിക്കാത്തത്. അവർക്ക് ഒരു സൗണ്ട് മാത്രം അതാണ്. അതിന്റെ അപ്പുറത്തേക്ക് അവർക്കൊന്നും ഫീൽ ചെയ്യുന്നത് മനസ്സിലാവുന്നില്ല. ആൻഡ് ഇതിനേക്കാൾ മോർ ഇൻട്രസ്റ്റിംഗ് വൺ റിയൽ ഫാക്ട്, ആ ലെവലിൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡും അൺകോൺഷ്യസ് മൈൻഡും ആ സമയത്ത് ഉണ്ട് താനും. സോ വാട്ട് എവർ ദേ സീ ആൻഡ് വാട്ട് എവർ ദേ ഫീൽ, that goes deep into the subconscious and unconscious, which will be there forever. So that's the first time. Subconsciousലും unconsciousലും പോയാൽ അത് forever അവിടെയാണ്. And conscious mindൽ നിൽക്കുന്നില്ല ഫയൽ. ശരി. ഓക്കെ, അതാണ് ഈ ഇംപ്രിന്റിംഗ് പീരീഡ്. അതുകൊണ്ടായിരിക്കും നമ്മൾ പല കാര്യങ്ങളും മറന്നു പോകുന്നതും പിന്നീട് ഓർമ്മ വരുന്നതും. കാരണം ആ ഫയൽ കോൺഷ്യസ് മൈൻഡിൽ നിന്ന് സബ് കോൺഷ്യസിലേക്ക് പോയി. അപ്പം നമുക്ക് അത് പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റണമെന്നില്ല. അതേസമയം കുറച്ച് കഴിയുമ്പോഴെന്ത് ചെയ്യാൻ പറ്റും, അത് നമ്മുടെ സബ് കോൺഷ്യസിൽ നിന്ന് കടന്നു വരും. അപ്പൊ ഈ കോൺഷ്യസ് മൈൻഡിൽ നിന്ന് എത്ര സമയം കൊണ്ടാണ് അത് സബ് കോൺഷ്യസിലോട്ട്? കോൺഷ്യസ് മൈൻഡിൽ ഒരു ഫയൽ നിൽക്കുന്ന മാക്സിമം ടൈം എന്ന് പറയുന്നത് 90 minutes ആണ്. 90 minutes, 1.5 മണിക്കൂർ. ആൻഡ് ഈ 1.5 മണിക്കൂറിനുള്ളിൽ തന്നെ ചിലപ്പോൾ ഈ നമ്മൾ ഉറങ്ങിയാൽ അല്ല യോഗയിൽ പോലുള്ള ചിലപ്പോൾ സ്ലീപ്പ് വർക്കുകൾ, യോഗ എക്സസൈസുകൾ, മെഡിറ്റേഷൻസ്, ജസ്റ്റ് എ ഡ്രൗസിനെസ്, ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ഫയലുകൾ അതിനു മുമ്പ് തന്നെ ആ സമയം തന്നെ സബ് കോൺഷ്യസിലേക്ക് പോവുകയും ചെയ്യും. സോ ദാറ്റ്സ് ഇംപ്രിന്റിംഗ്. അപ്പോൾ നമ്മൾ ഈ ഹിപ്നോട്ടിസം ഒക്കെ ചെയ്യുമ്പോൾ അത് ഏത് തലത്തിൽ നിന്നായിരിക്കും ചെയ്യുന്നത്, ഏത് മൈൻഡിൽ നിന്നായിരിക്കും? ഓക്കെ, ഹിപ്നോട്ടിസത്തിൽ നമ്മൾ വരുമ്പോൾ നമ്മുടെ സിസ്റ്റം, ബ്രെയിനിന്റെ വേവ്സ് ഉണ്ട്. അത് EEG എന്ന് പറയും, എൻസെഫിലോഗ്രാം, നമ്മൾ ECG എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അതെടുത്ത് കഴിയുമ്പോൾ നമുക്ക് കാണാവുന്നതാണ് ബീറ്റ,
ആൽഫ, തീറ്റ, ദെൻ ഡെൽറ്റ. അപ്പം ഈ തീറ്റ എന്ന് പറയുന്നത് ഏകദേശം നമ്മളൊരു ഒരു ഉറക്കത്തിന്റെ സാഹചര്യത്തിലേക്ക് എത്തി. അതേസമയം തന്നെ നമ്മൾ ഈ ഡെൽറ്റ എന്ന് പറഞ്ഞാൽ ഡെഡ് സ്ലീപ്പ് പറയും. അപ്പോൾ സോ ഇൻ ബിറ്റ്വീൻ നമ്മൾ ഈ തീറ്റയിലും ഡെൽറ്റയുടെ ഇടയിൽ നമ്മൾ ഈ ക്ലയന്റിനെ നിർത്താനായിട്ട് സാധിക്കണം. അപ്പം ഈ ക്ലയന്റ് ആക്ച്വലി പലപ്പോഴും ഇത് തെറ്റിദ്ധരിക്കപ്പെടുന്ന വലിയൊരു ഏരിയയാണ് ഈ ഹിപ്നോട്ടിസം എന്ന് പറയുന്നത്. ആൾക്കാർ പറയുന്നത് ഉറക്കുക എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ ഒത്തിരി വർക്ക്ഷോപ്പുകളിൽ ആൾക്കാർ വന്നിട്ട് പറയുന്ന കാര്യമുണ്ട്, സാറേ ഒന്ന് ഉറക്കാൻ പഠിപ്പിക്കും. അപ്പം ഞാൻ പറഞ്ഞു ഉറങ്ങുന്നതിന് യാതൊന്നും ചെയ്യണ്ട, 2 മിനിറ്റ് മതി. ഉറങ്ങുന്നത് അല്ല സ്കില്ല്. നമ്മുടെ സ്കില്ലെന്ന് പറയുന്നത് ഈ ആളെ നമ്മൾ വളരെ കോൺഷ്യസ് അക്യൂട്ട് അവയർനെസ്സിലേക്ക് കൊണ്ടുവരികയും അതേസമയം കോൺഷ്യസ് മൈൻഡിനെ ഇനാക്റ്റീവ് ആക്കുകയും ചെയ്യണം. ആ സമയം ഇത് ഓൾമോസ്റ്റ് ഇൻറ്റു ഞാൻ സൂചിപ്പിച്ച പോലെ തീറ്റയുടെയും ഡെൽറ്റയുടെയും ഇടയിൽ നിൽക്കുന്ന ഒരു സ്റ്റേറ്റ് ആണ്. ചില കാര്യങ്ങൾ നമ്മൾ ഓർത്തെടുക്കുമ്പോഴുള്ള ഉണ്ടാകുന്ന ഒരു അവസ്ഥ അല്ലേ? അതെ, എക്സാക്ട്ലി. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഷിജുമാൻ ആ അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇപ്പൊ ഷിജുമാന്റെ കയ്യിലിരിക്കുന്ന ATM കാർഡ് ഞാൻ എടുക്കുകയാണ്, അല്ല മൊബൈൽ ഞാൻ എടുക്കുകയാണ്. ഷിജുമാൻ അറിയാം ഇത് എടുക്കുന്നുണ്ട് എന്ന്, പക്ഷെ യു ആർ ഹെൽപ്ലെസ്. അതാണ് അതിൽ വരുന്നത്. അതാണ് ആ ഒരു അവസ്ഥ. ക്ലിയർ ആണല്ലോ അല്ലേ? ദെൻ രണ്ടാമത്തതാണ് സൂചിപ്പിച്ചുള്ള മോഡലിംഗ് പീരീഡ്. സാധാരണ ഇത് നമ്മൾ അത് 7 തൊട്ട് 14 വയസ്സ് വരെ. അപ്പൊ ആ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ മോഡൽ ചെയ്യാൻ സാധ്യതയുള്ളത് നമ്മൾക്ക് അറിയാമല്ലോ, നമ്മുടെ മാതാപിതാക്കന്മാരെയാണ്, അതേപോലെ അധ്യാപകർ. സോ അതുകൊണ്ട് തന്നെയാണ് ടീച്ചേഴ്സ് ആർ ദ സെക്കൻഡ് പേരൻസ് എന്ന് നമ്മൾ പലപ്പോഴും വിളിക്കുന്നത്. ആൻഡ് വിച്ച് ഇസ് ഇൻ ഫാക്ട് ട്രൂ. അതൊരു റിയാലിറ്റിയുമാണ്. ഓക്കെ, അപ്പം അതാണ് മോഡലിംഗ് പീരീഡ്. അത് കഴിഞ്ഞാൽ പിന്നെ 14 തൊട്ട് 21 വയസ്സ് വരെയുള്ള കാലഘട്ടമാണ്. അതിനെയാണ് നമ്മൾ സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. സമൂഹവുമായിട്ട് നമ്മൾ ഇടപെടുന്ന കാലഘട്ടം. ഈ 3 കാലഘട്ടത്തിലൂടെ ഒരു വ്യക്തി യഥാർത്ഥത്തിൽ രൂപപ്പെട്ട് കഴിഞ്ഞു. ഇതിനെപ്പറ്റി മനഃശാസ്ത്രജ്ഞന്മാരുടെ ഇടയിലും അഭിപ്രായ വ്യത്യാസമില്ല. അഭിപ്രായ വ്യത്യാസമില്ല. മറ്റ് മേഖലകളിലുണ്ടെങ്കിലും ഇതിലില്ല. കാരണം ഇറ്റ് ഈസ് സയന്റിഫിക്കലി പ്രൂവൺ. ഓക്കെ, അപ്പോൾ ഈ NLPക്കകത്ത് P സ്റ്റാൻഡ്സ് ഫോർ പ്രോഗ്രാമിംഗ് ആണ് എങ്കിൽ ഇവിടെ ഒരു വാക്കുകൂടെ അതിൻ്റെ ഇപ്പുറത്ത് ചേർക്കുക, റീപ്രോഗ്രാമിംഗ്, വിച്ച് മീൻസ് വാട്ട് എവർ ദ ഹെൽ ഹാഡ് ഹാപ്പൻ ടു യുവർ 0 to 7 and 7 to 14 or 14 to 21, all those can be healed. അതിനെ നമുക്ക് റീപ്രോഗ്രാം ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് പിയുടെ പ്രത്യേകത. ടു ബി മോർ സ്പെസിഫിക്, ഇപ്പം ഷിജുമോന്റെ കേസ് എടുക്കാം. ഒരു ട്രോമ ഉണ്ടായിരുന്നു കൂട്ടുക ലൈഫിൽ, മേ ബി ഒരു ആക്സിഡന്റ് ഉണ്ടായി, ആൻഡ് യു ആർ 100% സേഫ്. ട്രോമ എന്ന് പറയുമ്പോൾ എങ്ങനെ നമുക്ക് തിങ്ങി വിങ്ങി വരുന്ന, എപ്പോഴും ഓർക്കും, നമ്മുടെ മനസ്സിൽ സങ്കടമായിട്ട് വരുന്ന. അപ്പം ആ ഒരു ആക്സിഡന്റ് അല്ലെങ്കിൽ ഒരു ട്രോമാറ്റിക് എക്സ്പീരിയൻസ് ഉണ്ടായി നമ്മൾ പലപ്പോഴും കരുതുന്നത് ഇപ്പോൾ അത് ഞാൻ 10 വയസ്സുള്ളപ്പോഴായിരുന്നു, അത് പണ്ട് നടന്നൊരു സംഭവം, കാര്യമില്ല എന്നൊക്കെ നമ്മളിങ്ങനെ പറയും. പക്ഷെ നമ്മുടെ ടൈം ലൈനിൽ ഇതെല്ലാം വളരെ അടുത്തടുത്ത് കിടക്കുന്ന ഫയലുകൾ തന്നെയാണ്. അപ്പൊ ഈ പ്രയാസമില്ലായിരുന്നു എന്ന് പറയുന്ന ആ സംഭവം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അത് ഇപ്പോഴും പ്രയാസം ഉണ്ടാക്കും. അപ്പം ആ അത്തരം ഘട്ടങ്ങളിൽ അല്ലെങ്കിൽ ഇപ്പോൾ റേപ്പ് ചെയ്യപ്പെട്ടതായിരിക്കാം, ചീറ്റ് ചെയ്യപ്പെട്ടതായിരിക്കാം, ഇപ്പോഴത്തെ നാടൻ ശൈലി പറഞ്ഞാൽ കുട്ടികൾ എന്താ തേച്ചേച്ച് പോയെന്നൊക്കെ പറയുന്ന അഫയേഴ്സ്, ലവ് അഫയേഴ്സ് ഇട്ടേച്ച് പോയത് അങ്ങനെ ഉണ്ടാക്കാം. അതല്ലെങ്കിൽ മരണം മൂലമൊക്കെ വരുന്നതായിരിക്കും. ഇത്തരത്തിലുള്ള ട്രോമനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹീൽ ചെയ്യാനായിട്ട് പറ്റും. സയന്റിഫിക്കലി വിത്ത് ദ എവിഡൻസ് ഓഫ് കെമിസ്ട്രി, ന്യൂറോ കെമിസ്ട്രിയിലൂടെ നമുക്കതിനെ മാറ്റിക്കളയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ് എന്ന് ഇതിനെ വിളിക്കുന്നത്. നമുക്കൊരു ചെറിയ സെന്റൻസിൽ അതിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാനായിട്ട്, ഒരു ഒറ്റ വാക്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കുവാണ് എങ്കിൽ NLP ഈസ് ദ സ്റ്റഡി ഓഫ് സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ് എന്നാണ് ഒറ്റ വാക്കിൽ പറയുന്നത്. NLP ഈസ് ദ സ്റ്റഡി ഓഫ് സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ്. അപ്പം നമുക്ക് ആ സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ യു ബീങ് എ പ്രൊഫഷണൽ ബിസിനസ് മാൻ, അപ്പം ഈ NLP ചെയ്താൽ അല്ലെങ്കിൽ NLP എങ്ങനെയാണ് ഈ ബിസിനസ്സിൽ സഹായിക്കാനായിട്ട് സാധിക്കുന്നത്? ഏറ്റവും ലളിതമായ വാക്കിൽ അതിനെ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ് ഇതൊരു സ്കൈ റോക്കറ്റായി കൊണ്ടുപോകുവാനും അതോടൊപ്പം തന്നെ ഇപ്പോൾ ഇഫ് യു ആർ സ്പെൻഡിങ് ലൈക്ക് 10 hours പെർ ഡേ, യു ക്യാൻ ബ്രിങ് ഡൗൺ ടു 4 or 5 hours. അപ്പാർട്ട് ഫ്രം ദാറ്റ്, ആ സ്ഥാപനത്തിലുള്ള എല്ലാ ആൾക്കാരെയും എന്ത് ചെയ്യാനായിട്ട് പറ്റും? വളരെ ഫ്രണ്ട്ലി ആയിട്ട് കൂടുതൽ പ്രൊഡക്റ്റീവ് ആക്കാനായിട്ട് പറ്റും.
ഓക്കെ. അവരുടെ നമ്മളോടുള്ള കമ്മിറ്റ്മെൻറ്റ് വളരെ കൂടുതലുമായിരിക്കും. മറ്റ് യൂസേജുകൾ എന്താണ് ഇത് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്? ബിസിനസ്സിൻ്റെ പറഞ്ഞു. ഫസ്റ്റ് ഞാൻ പേഴ്സണലി ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പേഴ്സണൽ ലൈഫിൽ ഏറ്റവും കൂടുതൽ 100% ചേഞ്ചസ് സംഭവിക്കും. 360 ഡിഗ്രിയിൽ നമ്മൾ മാറിപ്പോകും. അതുകൊണ്ടാണ് ഞാൻ ബിഫോർ ആൻഡ് ആഫ്റ്റർ NLP എന്ന് ഞാൻ പലപ്പോഴും പറയാറുള്ളത്. നമുക്ക് 100% ഗ്യാരണ്ടിയോട് കൂടിയിട്ട്, മണി ബാക്ക് ഗ്യാരണ്ടിയോട് കൂടിയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ഈ പേഴ്സണൽ ലൈഫിൽ. രണ്ടാമത്തേത് നമ്മൾ മാരീഡ് ആയിട്ടുള്ള ആൾക്കാർ, കുടുംബജീവിതം നയിക്കുന്ന ആൾക്കാർ, അവരുടെ ഫാമിലി ലൈഫിൽ ഒരു 100% ഡിഫറെൻറ്റ് ഫീലിംഗ്. ഐ യൂസ് ടു സേ ഹസ്ബൻഡും വൈഫും കൂടെ ഒന്ന് ചെയ്യുകയാണെങ്കിൽ അതൊരു സ്വർഗീയ ജീവിതത്തിന്റെ മുന്നാസ്വാദനമാണ് കുടുംബത്തിൽ. ബ്യൂട്ടിഫുൾ. ആസ് എ സ്റ്റുഡൻറ്റ്, ബ്രൈറ്റ് സ്റ്റുഡൻ്റ് ആണ്, ഒരു ഡോക്ടർ പഠനത്തെയൊക്കെ വളരെ ശക്തമായിട്ട് പഠിക്കും. കാരണം ഇതിന്റെ ഏറ്റവും വലിയ പ്രവർത്തനം നമ്മൾ 5 ഇന്ദ്രിയങ്ങളിൽ ഫോക്കസ് ചെയ്തിട്ടാണ്, നമ്മുടെ മൈൻഡിനെയും ബോഡിയെയും ഫോക്കസ് ചെയ്തുകൊണ്ടാണ്. അപ്പം ഈ ലേണിംഗ് എന്ന് പറയുന്നത്, പഠിക്കുക എന്ന് പറയുന്നത് 5 ഇന്ദ്രിയത്തിലൂടെ മാത്രമേ നമ്മൾ പഠിക്കുന്നുള്ളൂ. 6ാമതൊരു ഇന്ദ്രിയം ഇല്ല. ഒന്നെങ്കിൽ നമ്മൾ കാണുന്നു, കേൾക്കുന്നു, ഫീൽ ചെയ്യുന്നു, സ്മെൽ ചെയ്യുന്നു, ടേസ്റ്റ് ചെയ്യുന്നു, അതിലൂടെയാണല്ലോ നമ്മൾ പഠിക്കുന്നത്. അങ്ങനെയാണ് നമുക്ക് അറിവുകൾ വരുന്നത്. അപ്പൊ സാധാരണഗതിയിൽ ഓരോ ആൾക്കാരിൽ ഇത് 5 ഉണ്ടെങ്കിലും ഏതെങ്കിലും ഒന്ന് പ്രീഡോമിനന്റ് ആയിരിക്കും. അപ്പോൾ ഈ ആള് അതിലൂടെ മാത്രം പഠിക്കാൻ നോക്കും. അപ്പോൾ NLPയിലേക്ക് വരുമ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, അതവിടെ നിലനിർത്തിക്കൊണ്ട് മറ്റുള്ള ഇന്ദ്രിയങ്ങളെയും ആ ഏറ്റവും പ്രീഡോമിനൻ്റ് ആയിട്ട് നിൽക്കുന്ന ആ ഇന്ദ്രിയം പോലെ മറ്റ് ഇന്ദ്രിയങ്ങളെ ഡെവലപ്പ് ചെയ്യിപ്പിക്കുന്ന എക്സസൈസുകളുണ്ട്. അതിലൂടെ എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ പഠനം വളരെ ഈസി ആക്കാനായിട്ട് പറ്റും. പിന്നെ ആരോഗ്യകരമായിട്ടുള്ള വിഷയങ്ങളുണ്ട് ഇതിനകത്ത്, ലൈക്ക് സ്ട്രെസ്, അതേപോലെ BP, അതേപോലെ അലർജി, അതേപോലെ ഫോബിയ, ഇതിനെയൊക്കെ നമുക്ക് നിയന്ത്രിക്കാനും ചിലതിന് നമുക്ക് പൂർണ്ണമായിട്ടും എടുത്ത് കളയാനും സാധിക്കും. ചിലര് പറയുന്നുണ്ട് ഇതൊരു സ്യൂഡോ സയൻസ് ആണ്. ദാറ്റ്സ് എ വണ്ടർഫുൾ ക്വസ്റ്റ്യൻ. അത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, സോറി ടു സേ ദാറ്റ്, നമ്മുടെ ഒരു പക്ഷേ ഞാൻ ഏകദേശം അല്ല, കൃത്യമായിട്ട് പറഞ്ഞാൽ 74 രാജ്യക്കാർക്ക് പരിശീലനം നൽകിയിട്ടുള്ള ഒരാളാണ്. സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ മില്യൺസ് ഓഫ് സ്റ്റുഡൻസും എൻ്റെ ഇതിലൂടെ കടന്നു പോയിട്ടുണ്ട്. ഞാൻ കേട്ടത് ശരിയാണ്, ഏകദേശം 60,000 സ്റ്റുഡൻസിന് ഇപ്പം ട്രെയിനിങ്. എക്സാക്ട്ലി. NLPയിൽ 1-to-1 പോലെ ഏറ്റവും ചുരുങ്ങിയത് 5 ഡേയ്സിൽ അധികം ഇരുന്ന് പോയ ആൾക്കാർ 60,000-ഓളം ഉണ്ട്. യു ആർ റൈറ്റ്. അപ്പം ഇങ്ങനെ വരുമ്പോൾ ഈ നമ്മളുടെ പലപ്പോഴും യൂട്യൂബിൽ ഒക്കെ വരുമ്പോൾ ഞാൻ പറഞ്ഞു വന്ന ഇതാണ്, ഏറ്റവും കൂടുതൽ പണ്ഡിതകളും ഉള്ള സ്ഥലം കേരളമാണെന്ന് തോന്നുന്നു. കാരണം ഏതൊരു വിഷയത്തെ പറ്റിയിട്ടും പൂർണ്ണ അറിവില്ലാതെ വളരെ ആധികാരികമായിട്ട് അതിനെ പറയും. ഈ സ്യൂഡോ സയൻസ് ആണ് എന്ന് പറയുന്നതിൻ്റെ കാരണം, എങ്ങനെയാണ് NLP വർക്ക് ചെയ്യുന്നത് എന്ന് ഒരുപക്ഷെ NLP പഠിപ്പിക്കുന്ന ആൾക്കാർക്കറിയില്ല. പക്ഷെ അത് അറിയണം നിർബന്ധമില്ല, കാരണം റിസൾട്ട് ഉണ്ടാവും. ഇപ്പം നമുക്കൊരു പ്രത്യേക സാഹചര്യത്തിൽ നമുക്ക് കുറച്ച് ബ്ലഡ് വേണം, അത് സൂചി എവിടെ കുത്തിയാലും ബ്ലഡ് വരും. അപ്പം എന്ന് പറയുന്നത് പോലെ ഇത് കൃത്യം കറക്റ്റ് അത് കുത്തണമെങ്കിൽ ഇഞ്ചക്ഷനിലേക്ക് വരുമ്പോഴാണ് ഒരു നേഴ്സിന് മാത്രം, അല്ലെങ്കിൽ അതിലും നമ്മുടെ മെഡിക്കൽ മേഖലയിൽ എക്സ്പെർട്ട് മാത്രമേ വെസലിലൂടെ കുത്തും. നമുക്കിപ്പോൾ ഒരു ഡ്രോപ്പ് ബ്ലഡ് എടുക്കണമെങ്കിൽ, ഷുഗർ നോക്കുന്നതെങ്കിൽ നമുക്ക് ഐഡിയ എവിടെയും കുത്താം. എന്ന് പറഞ്ഞാൽ NLP പഠിപ്പിക്കുന്ന ആൾക്കാർക്ക് ഇതിൻ്റെ സയൻസ് അറിഞ്ഞില്ലെങ്കിൽ റിസൾട്ട് ഉണ്ടാവും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു സൗന്ദര്യം എന്ന് പറയുന്നത്. ഇപ്പം ഇതിൻ്റെ അകത്തുള്ള സയൻസ് എന്ന് പറയുന്നത് വളരെ ശാസ്ത്രീയമാണ്. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ഐവൻ പൗലോവ് എന്ന് പറയുന്ന സൈക്കോളജിസ്റ്റ് ആൻഡ് സയൻറ്റിസ്റ്റ്, കേട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതാണ്. ഐവൻ പൗലോവ് അദ്ദേഹത്തിൻ്റെ ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് പറയുന്ന ഒരു പ്രൊസീജിയർ, ഈ പട്ടിക്ക് സ്റ്റേക്ക് കൊടുക്കുകയും ആ സമയത്ത് ബെല്ലടിക്കുകയും ഒരു കേട്ടിട്ടുണ്ടാവും. അപ്പം അത് ക്ലാസിക്കൽ കണ്ടീഷനിങ് ആണ്. അപ്പം നമ്മൾ ഒരു ട്രോമ പോലുള്ള അല്ലെങ്കിൽ ഒരു അലർജി പോലുള്ള ഒരു സംഭവത്തെ ഹീൽ ചെയ്യണമെങ്കിൽ അദ്ദേഹം ശാസ്ത്രീയമായി തെളിയിച്ച ടെക്നിക്കുകളിനെ നമ്മൾ എന്ത് ചെയ്യുകയാണ്, മറ്റ് ചില ടെക്നിക്കുകൾ കൂടി ചേർത്തുകൊണ്ടാണ് നമ്മൾ ആ തെറാപ്പി ചെയ്യുന്നത്. അല്ല, അത് ആ പട്ടിക്ക് സ്റ്റേക്ക് കൊടുക്കുന്നത് എനിക്കറിയാം, പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് കൂടുതലായി അത് ഇപ്രകാരമാണ്. ഈ ഐവൻ പൗലോവ് അദ്ദേഹം, ഇഫ് ഐ എം റൈറ്റ്, റഷ്യൻ സൈക്കോളജിസ്റ്റ് ആണ്, സയന്റിസ്റ്റും കൂടെയാണ്.
അദ്ദേഹം പട്ടിക്ക് ഒരു പരീക്ഷണം നടത്തുന്നതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ ധാരാളം പരീക്ഷണം നടത്തിയ ആൾക്കുണ്ട്. ഇപ്പം കേർട്ട് ലെവിങ്ങിന്റെ ഫീൽഡ് തിയറി, പിന്നെ സ്കിന്നറുടെ തിയറി, റാറ്റിൽ എലിയിൽ നടത്തിയിരിക്കുന്ന പരീക്ഷണം, ഫെയറി ഹോൾസിന്റെ പരീക്ഷണം, ഒത്തിരി പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. ആ പരീക്ഷണങ്ങളെയാണ് ഇപ്പോഴും നമ്മൾ നമ്മുടെ പഠനത്തെയും നമ്മുടെ എല്ലാ പരീക്ഷണങ്ങളെയും നമ്മുടെ മെഡിക്കലിലും ഒക്കെ സഹായിക്കുന്നത്. അതുപോലെ തന്നെ അപ്പൊ ഈ ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിന്റെ ഭാഗമായിട്ട് ഐവൻ പൗലോ അദ്ദേഹത്തെ ഒരു പട്ടിയെ എടുക്കുകയും ആ പട്ടിക്ക് ഭക്ഷണം കൊടുക്കുന്ന സമയത്ത്, സ്റ്റേക്ക് കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്ന വെച്ചാൽ ബെല്ലമർത്തി. അപ്പം പട്ടിക്ക് ഇങ്ങനെ ഇത് ഒരു പിന്നെ ഇതിൽ പറയുന്നത് ഇങ്ങനെ ലോ ഓഫ് റിപ്പീറ്റേഷൻ, അതായത് ആവർത്തന നിയമം. അപ്പം ഒരു പ്രാവശ്യം കൊടുത്തു, 2 പ്രാവശ്യം കൊടുത്തു, 3 പ്രാവശ്യം കൊടുത്തു. അങ്ങനെ പല പ്രാവശ്യം കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും പട്ടിക്ക് മനസ്സിലായി ഈ ബെല്ലടിക്കുന്ന സമയത്ത് എനിക്കിപ്പോൾ ഫുഡ് കിട്ടും, ഭക്ഷണം കിട്ടും എന്നുള്ളത്. അങ്ങനെ ആ ലെവൽ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്ന വെച്ചാൽ ബെല്ലടിച്ചു, ഭക്ഷണം കൊടുത്തില്ല. പക്ഷെ സലൈവ എന്ത് ചെയ്തു? ജനറേറ്റ് ചെയ്തു. ആ ഭക്ഷണം കഴിക്കാനുള്ള ആ ഭാഗം അത് ജനറേറ്റ് ചെയ്യിപ്പിച്ചു ബോഡിയിൽ. അപ്പൊ അതിനെയാണ് നമ്മൾ ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് വിളിക്കുന്നത്. അങ്ങനെ നമ്മളെ നാരങ്ങയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നാക്കിൽ വെള്ളം. എക്സാക്ട്ലി. അതേപോലെ തന്നെ നമുക്കറിയാം, നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ ഉച്ചക്കത്തെ ബെല്ലടി ഭയങ്കര ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ഈവൻ നാവ് ഉണ്ടാക്കുന്നത്. കാരണം അത് ഭക്ഷണം കഴിക്കാൻ ലഞ്ച്, പിന്നെ 4 മണിക്കുള്ളത് ആ ബെല്ല്, അതൊരു കണ്ടീഷനിങ് ആണ്. പിന്നെ ജനഗണമന കേൾക്കുന്നു, ആ കാലഘട്ടത്തിൽ ഇത് തീർന്നു, ഒരു കണ്ടീഷനിങ് ആണ്. അതെല്ലാം കൂടെ ചേർന്നാണ് ഇതിനെ കണ്ടീഷനിങ്, ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് പറയുന്നത്. അപ്പൊ ഈ NLPക്കകത്ത് നമ്മൾ ഈ സംഭവത്തെ, ഈ ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിനെ നമ്മൾ അല്പം കൂടി വിപുലീകരിച്ച് മറ്റു ചില ടീച്ചിങ്സും കൂടി ഇതിലേക്ക് അഡാപ്റ്റ് ചെയ്യണം. അതിൻ്റെ അകത്ത് ബ്രെയിനിന്റെ ഫംഗ്ഷൻ വരും. എങ്ങനെയാണ് ബ്രെയിനിന്റെ ഫംഗ്ഷൻ എന്ന് കൃത്യമായിട്ട് നമുക്കറിയാം, അത് പഠിപ്പിക്കുന്നുണ്ട്. റെപ്റ്റീലിയൻ ബ്രെയിനിന്റെ ഫംഗ്ഷൻ എന്താണ്, മമ്മേലിയൻ ബ്രെയിനിന്റെ ഫംഗ്ഷൻ എന്താണ്, നിയോ കോർട്ടെക്സിന്റെ ഫംഗ്ഷൻ എന്താണ്, ഹിപ്പോകാമ്പസിന്റെ ഫംഗ്ഷൻ എന്താണ്. അങ്ങനെ നമ്മൾ പിന്നെ നമുക്കറിയാം അമിഗ്ഡല, അങ്ങനെ ധാരാളം നമ്മുടെ ശരീരത്തിലുള്ള ബ്രെയിനിന്റെ ഫംഗ്ഷൻ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും അതെല്ലാം നമ്മൾ NLPയിലൂടെ പഠിപ്പിക്കുന്നു. അപ്പോൾ ബ്രെയിനിന്റെ ഫംഗ്ഷൻ വരും. അതേപോലെ മൈൻഡിനെ പറ്റി വളരെ ശാസ്ത്രീയമായിട്ടുള്ള പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. പെൻഫിലിന്റെ സ്റ്റഡീസ് നമ്മൾ എടുക്കുന്നുണ്ട്. കാൾ എച്ച് പ്രഭാമിന്റെ നോബൽ പ്രൈസ് വിന്നിങ് നമ്മൾ സ്റ്റഡീസിൽ എടുക്കുന്നുണ്ട്. സിഗ്മണ്ട് ഫ്രോയിഡ്, കാൾ യൂങ്ങിന്റെ സ്റ്റഡീസ് നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പൊ ഇതിനെ എല്ലാം കൂടെ ചേർത്തിട്ടാണ് നമ്മളൊരു തെറാപ്പി ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പൊ ഓരോ തെറാപ്പിക്കകത്ത് നമ്മൾ കാണുന്നതിനേക്കാൾ അപ്പുറത്ത് നമ്മുടെ മൈൻഡ് പോലെയാണ്. മൈൻഡ് 10% കോൺഷ്യസ്, 90% സബ് കോൺഷ്യസ്, അൺകോൺഷ്യസ് ആണ്. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ ഓരോ തെറാപ്പിക്കകത്തും നമ്മൾ കാണാത്ത കുറേ അധികം ഭാഗങ്ങൾ മറിഞ്ഞിരിപ്പുണ്ട്. അതുപോലെ ഞാൻ കേട്ട് ഈ തെറാപ്പിയിലൂടെ നമുക്ക് ഫോബിയ അല്ലെങ്കിൽ അഡിക്ഷൻ വളരെ നാളുകളായിട്ട് ചെറുപ്പം മുതലെയുള്ള കള്ളുകൂടി, സിഗരറ്റ് വലി, അങ്ങനെയുള്ള അഡിക്ഷൻസ്, ഫോബിയ, അതൊക്കെ മാറ്റി വന്നത് ശരിയാണോ? തീർച്ചയായിട്ടും അതെ. ഫോബിയ അതിൻ്റെ ഒരു സയൻസ് ഉണ്ട്. എന്തുകൊണ്ടാണ് ഫോബിയ? വൺസ് ബ്രെയിൻ വളരെ ഫാസ്റ്റായിട്ട് ബ്രെയിൻ എല്ലാ കാര്യങ്ങളും ലേൺ ചെയ്യും. അത് ബ്രെയിനിൻ്റെ ഫങ്ഷനാണ്. അപ്പം അതേപോലെ തന്നെ നമുക്ക് ഈ ബ്രെയിൻ വളരെ ഫാസ്റ്റായിട്ട് ലേൺ ചെയ്യുന്നതന്നെ അതേപോലെ ഫാസ്റ്റായിട്ട് അൺലേൺ ചെയ്യിപ്പിക്കാനും പറ്റും. അപ്പം നമ്മുടെ ബ്രെയിൻ സിസ്റ്റത്തിലും മൈൻഡിലും ഒരിക്കലും ഉണ്ടാകുന്ന ഫോബിയ എന്ന് പറയുന്നത് ഇറാഷണലാണ്. അപ്പോൾ അത്തരത്തിൽ ഇറാഷണൽ ആയിട്ടുള്ള ഫോബിക് റെസ്പോൺസിനെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? പ്രത്യേകിച്ച് കാരണമില്ലാത്ത ഒരു പേടി. ഇപ്പൊ പാമ്പിന്റെ പടം കാണുമ്പോൾ, അല്ലെങ്കിൽ പല്ലി, പാറ്റ, ഇതിനെ പേടിക്കുന്നു. അത് ഒരിക്കലും ഒരു അപകടകാരിയല്ല, ലൈഫ് ത്രെട്ടനിങ് അല്ല. പാറ്റ, പല്ലി കടിച്ചാരും മരിച്ചിട്ടില്ല. പക്ഷെ പാറ്റ കടിച്ച് പേടിയാണ്. പേടി എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഇരിക്കുന്ന സ്ഥലത്ത് ഇപ്പോൾ ഒരു പാറ്റയെ കണ്ട ആ ഗ്ലാസ് ഡോർ എല്ലാം തെറിപ്പിച്ചടിച്ച് പൊട്ടിച്ച് ചിലപ്പോൾ ആള് പോകും. അത്രയും ഫോബിക് റെസ്പോൺസ് വരും. അപ്പം NLPയിലൂടെ അത് നമുക്ക് മാറ്റിക്കളയാൻ പറ്റും. എന്തെങ്കിലും സൈഡ് എഫക്ട് ഉണ്ടോ? അതിന് 0 സൈഡ് എഫക്ട്സ് ആണ്. ആൻഡ് പോസിറ്റീവ് കൊണ്ട് തരും. ഇത് മാറുന്നു എന്നതിനേക്കാൾ ഉപരി അതിൻ്റെ ബിലീഫ് സിസ്റ്റത്തിൽ മാറ്റം വരുത്തുന്നുണ്ട്. അപ്പോൾ ഈ ഫോബിയ അല്ലെങ്കിൽ രോഗങ്ങൾ, എനിക്ക് തോന്നുന്നു ഈവൻ ഫിസിക്കൽ വൂണ്ട് വരെ ഹീലാകുന്ന സംഭവം ഉണ്ടായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്, അല്ലേ? എക്സാക്ട്ലി ഉണ്ട്. കാരണം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരു ന്യൂറോ കെമിസ്ട്രിയാണ് കോർട്ടിസോൾ എന്ന് പറയുന്നത്. ഈ കോർട്ടിസോൾ നമ്മളിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇൻഫ്ലമേഷൻ വളരെ ബൈ ഡിഫോൾട്ട് സിസ്റ്റമാണ്. കോർട്ടിസോൾ നല്ലതാണ്, അത് അലർജിക്കൊക്കെ വേണം, അതിനെ പിന്നെ എതിർക്കുന്നതിന് കോർട്ടിസോൾ വേണം. പക്ഷെ അമിതമായി കഴിഞ്ഞാൽ അത് പ്രോബ്ലത്തിലേക്ക് പോകും. അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കോർട്ടിസോൾ അമിതമാകുമ്പോൾ നമ്മൾ ഇൻഫ്ലമേഷൻ ഉണ്ടാകും. അപ്പൊ നമ്മൾ രോഗത്തിലേക്ക് പോകും. അപ്പൊ NLP ചെയ്യുമ്പോൾ നമ്മൾ കോർട്ടിസോളിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാം, എങ്ങനെ കോർട്ടിസോൾ നമ്മളിലേക്ക് അലർജി മാറുമല്ലോ, അലർജി മാറ്റിയെടുക്കാം. അതിൻ്റെ അകത്ത് ചിലർക്കൊക്കെ ഫുഡിന്റെ
ഫുഡിന്റെ ഒക്കെ അലർജി ഉണ്ടല്ലോ. ഡെഫിനറ്റ്ലി നമുക്ക് അതൊക്കെ മാറ്റിയെടുക്കാവുന്നതാണ് ഫുഡിന്റെ അലർജി. പിന്നെ അഡിക്ഷനെ പറ്റി അല്പം മുമ്പ് ചോദിച്ചിരുന്നല്ലോ. അഡിക്ഷൻ ഉണ്ടാകുമ്പോൾ എന്താണ്, ഒരു ന്യൂറോ പാത്വേ നമ്മൾ അവിടെ ഉണ്ടാക്കുന്നത്. അതിനെയാണ് നമ്മൾ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി അല്ലെങ്കിൽ ബ്രെയിൻ പ്ലാസ്റ്റിസിറ്റി എന്നൊക്കെ വിളിക്കുന്നത്. പ്ലാറ്റോസ് എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് പോലെ വഴങ്ങുന്നത് എന്ന അർത്ഥത്തിലാണ്. അപ്പം ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്നാൽ നമ്മുടെ ന്യൂറോനെ നമുക്ക് വഴക്കെടുക്കാനായിട്ട്. അപ്പൊ ഒരു ക്യാരക്ടർ, ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു സ്മോക്കിംഗ് എടുക്കാം. ഈ സ്മോക്കിങ്ങിന് നമ്മൾ ഒരു കണ്ടിന്യൂസ് ആയിട്ട് എടുത്തു കഴിയുമ്പോൾ ഒരു ന്യൂറോ പാത്വേ അവിടെ ഡെവലപ്പ് ചെയ്യും. അപ്പം നമ്മൾ അതിനെ സ്റ്റോപ്പ് ചെയ്യാൻ നമ്മൾ ആഗ്രഹിച്ചാൽ നടക്കത്തില്ല. അപ്പം അത്തരം സാഹചര്യത്തിൽ നമ്മൾ NLPയുടെ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് വേറൊരു ന്യൂറോ പ്ലാസ്റ്റിസിറ്റി ഡെവലപ്പ് ചെയ്യിപ്പിക്കുകയാണ്. അതിന് ക്ലയന്റിന്റെ വില്ലിങ്നെസ് ഉണ്ടെങ്കിലും വളരെ ഈസിലി നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കും. ഔട്ട് ഓഫ് ഇൻട്രസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാല്, ഈ ധ്യാന കേന്ദ്രങ്ങളിലൊക്കെ സൗഖ്യങ്ങൾ നടക്കുന്നത് ഇങ്ങനെയാണോ? ഓക്കെ, അത് രണ്ട് മേഖലകളുണ്ട് അതിനകത്ത്. ഫസ്റ്റ് തിങ്, നമ്മൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ വേൾഡ് ഫേമസ് ആയിട്ടുള്ള ധാരാളം ധ്യാന ഗുരുക്കന്മാർ, വൈദിക ശ്രേഷ്ഠർ ഉണ്ട്. നമ്മൾ പേര് പറയാതിരിക്കുന്നതാണ് ഉത്തമം. അതുകൊണ്ട് ഇപ്പം ഞാൻ തന്നെ കണ്ടിട്ടുള്ള ചില അനുഭവങ്ങൾ. അപ്പം അവിടെ ആളിങ്ങനെ വിശ്വസിക്കുകയാണ്, ഒരു പേഷ്യന്റ് ഇങ്ങനെ വിശ്വസിക്കുകയാണ്, ഈ ശ്രേഷ്ഠനായ വ്യക്തി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും എൻ്റെ തലയിൽ കൈ വെച്ച് എന്നെ അനുഗ്രഹിക്കുകയും ചെയ്യുകയാണ് എങ്കിൽ എനിക്ക് ഹീലിംഗ് കിട്ടുമെന്ന് ആൾ വിശ്വസിക്കുന്നു. അപ്പം അവിടെ എന്ത് നടക്കുന്നു, സത്യത്തിൽ ആ വ്യക്തിയുടെ ബിലീഫ് സിസ്റ്റമാണ് അതിനെ ഹീൽ മൈൻഡാണ്. ദ മൈൻഡ് ഡസ് ദ ഹീലിംഗ്. പക്ഷെ ആ മൈൻഡിനെ അത്തരത്തിലേക്ക് നയിക്കുന്നതിന് ഏത് മതവിഭാഗത്തിൽപ്പെട്ട വാട്ട് വി കോൾ ദ സ്പിരിച്വൽ ലീഡേഴ്സ് എന്നോ അല്ലെങ്കിൽ റിലീജിയസ് ലീഡേഴ്സ് എന്നോ ഏത് രീതിയിൽ അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് വേ ഇറ്റ്സ് റിയലി ഗുഡ്. ദാറ്റ്സ് ആക്ച്വലി ഹാപ്പനിങ്. പിന്നെ ഈ പേരൻസ് ഇത് ചെയ്യുന്നതുകൊണ്ട് മക്കൾക്ക് എന്തെങ്കിലും ഗുണം കിട്ടുമോ? മക്കളെ വളർത്തിയെടുക്കുക. ഇപ്പം നമുക്കറിയാം, എനിക്കന്ന് UK ഒക്കെ പശ്ചാത്തലത്തിലാണെങ്കിൽ കുട്ടികളൊക്കെ ഒത്തിരി വഴിതെറ്റി പോകാനുള്ള സാധ്യതകളുണ്ട്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ മയക്കുമരുന്നുകളും അങ്ങനെയുള്ള പല സംഭവങ്ങളും ഇങ്ങനെ കേട്ടിട്ടുണ്ട്, നമ്മുടെ ഇടയിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ പേരൻസ് ഇത് കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മക്കളെ നല്ല രീതിയിൽ വളർത്താനായിട്ട് സാധിക്കുമോ? അവരെ നല്ല രീതിയിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കുമോ? എങ്ങനെയാണിത് NLP പേരൻസിനെ സംബന്ധിച്ച് ഗുണമാകുന്നത്? ഞാൻ ഏറ്റവും കൂടുതൽ സീരിയസ് ആയിട്ട്, അതായത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട 3 ഘടകങ്ങൾ നമുക്കറിയാം. ഒന്ന് പാർപ്പിടം, ഭക്ഷണം, വായു, ഇല്ലേ? അങ്ങനെയാണ് ബേസിക്കലി നമുക്ക്. ഇത് 3 ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റുന്നില്ല. 4ാമതൊന്നുണ്ടെങ്കിൽ അത് NLP ആണ്. അതിൻ്റെ കാരണം, നമ്മളെല്ലാവരും സത്യത്തിൽ സമ്പാദിക്കുന്ന മക്കൾക്ക് വേണ്ടിയാണ്. പക്ഷെ നമ്മൾ ആരും മക്കളെ സമ്പാദിക്കുന്നില്ല. ഈ പറഞ്ഞതുപോലെ, ശുചിമോൻ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഇച്ചിരി ഓവർ അറ്റാച്ച്ഡ്. അതിൻ്റെ അത് വേറൊരു വിഷയമാണ്. കാരണം നമ്മൾ കുട്ടികളെല്ലാം കാണുന്നത് ആൻ എക്സ്റ്റൻഷൻ ഓഫ് അസ്, എന്താ പാരൻസിന്റെ എക്സ്റ്റൻഷൻ ആയിട്ടാണ് കാണുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ NLP പാരൻസ് ചെയ്യുകയാണ് എങ്കിൽ അത് വളരെ പവർഫുൾ ആയിട്ട് നല്ല കുടുംബജീവിതത്തിലേക്ക് വരും. മക്കൾ വഴിതെറ്റി പോകാനുള്ള സാധ്യത വളരെ വിരളമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ചെയ്തിരിക്കുന്ന ഒരു ഭാഗം കൂടെ ഉണ്ട്. ഞാൻ ബേസിക്കലി ഒരു കോർപ്പറേറ്റ് ട്രെയിനറാണ്, ഒരു ബിസിനസ് കൺസൾട്ടന്റ് ആണ്. 10-25 വർഷത്തോളമായിട്ട് ഇതിലാണ്. പേയ്മെന്റ് പറയുകയാണെങ്കിൽ ഒരുപക്ഷെ ഷിജുവാൻ കണ്ടിട്ടുണ്ടാകും, ഞാനൊരു കോട്ട് ഇപ്പം നെക്സ്റ്റ് വീക്കിൽ റിയാദ് ചെയ്യാൻ പോകുന്നത്. ഞാൻ അറ്റ്ലീസ്റ്റ് പറഞ്ഞിട്ടുണ്ട്, ദിസ് വാട്ട് ഐ ആം ഗോയിങ് ടു ഡു. ദാറ്റ് ബ്രിങ്സ് മീ എ ഹെൽ ഓഫ് മണി. പക്ഷേ NLP അതേസമയം ഞാൻ ഒരു മാസം ചെയ്താലും അതിൻ്റെ 4-1 മണി എനിക്ക് NLPയിലൂടെ കിട്ടുന്നില്ല. പക്ഷെ സ്റ്റിൽ ഐ എൻജോയ് NLP. അതിൻ്റെ കാരണം, ഇത് ചെയ്യുന്നതിലൂടെ 100 കണക്കിന് ആളുകൾ രക്ഷപ്പെടുകയാണ്. നമുക്ക് സൊസൈറ്റി, ഞാൻ പഠിച്ചതും എന്നോടുള്ള ഭാഗമായിട്ട് ഒത്തിരി അധികം കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഞാൻ തന്നെ ഇപ്പോഴും ഒത്തിരി പഠിക്കുന്നുണ്ട്. ഈവൻ നൗ ഐ ആം ഡൂയിങ് PhD ഇപ്പോഴും ചെയ്തുകൊണ്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള പഠനങ്ങൾ ചെയ്യുന്നതിനിടയിൽ ഇതെല്ലാം ഗവൺമെന്റ് തന്നെ നമുക്ക് എല്ലാ പൈസയും നമ്മളിന്ന് വാങ്ങിയിട്ടല്ല ഗവൺമെന്റ് നമുക്ക് ഫെസിലിറ്റീസ് തരുന്നത്. അപ്പം നമ്മൾ ട്രെയിൻ യാത്ര ചെയ്യുമ്പോൾ പോലും ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് തരുന്നുണ്ട്. ഈ ഗവൺമെന്റ് എന്ന് പറയുന്നത് ആരാണ്? നമ്മളും നമ്മളെ ചുറ്റുവട്ടമുള്ള സഹജീവികളുമാണ്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഫോം എന്ന് പറയുന്നത് ഏറ്റവും ലോവസ്റ്റ് രീതിയിൽ അതിന്റെ ഫീ ചാർജ് ചെയ്തുകൊണ്ട് എല്ലാവരിലേക്കും എത്തിക്കാം. അതെ, ഇപ്പൊ ആളുകൾ നന്നാകുമ്പോൾ സമൂഹം നന്നാകും, സമൂഹം നന്നാകുമ്പോൾ
നമ്മുടെ രാജ്യം നന്നാകും. എക്സാക്ട്ലി അത് തന്നെ. അതെ. ഇപ്പം അതേപോലെ തന്നെയാണ് ടീച്ചേഴ്സിനുള്ള NLP. ടീച്ചേഴ്സ് പേരൻസ് കഴിഞ്ഞാൽ രണ്ടാമത് ചെയ്യേണ്ടത് ടീച്ചേഴ്സ്. കാരണം ഒരു ടീച്ചർ ചെയ്ത് ഇപ്പം എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ നമുക്ക് ഒത്തിരി ഇത് തീർന്നു പോകുന്നുണ്ട്. അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് പിന്നീട് ചെയ്യാം. എന്നെ സംബന്ധിച്ച് ഈ എല്ലാ +2 വിഷയത്തിനും +2 എല്ലാ വിഷയത്തിനും തോറ്റ ഞാൻ ഇന്ന് വേൾഡിലെ ഇന്റർനാഷണൽ ഇനൽറ്റ എന്ന് പറയും NLPയുടെ ട്രെയിനേഴ്സ് അസോസിയേഷനിലെ ഞാൻ ഒഫീഷ്യൽ മെമ്പറാണ്. അമേരിക്കൻ ബോർഡ് ഓഫ് NLPയുടെ മെമ്പറാണ്. അതിൽ മെമ്പർ എന്നതിനേക്കാൾ ഉപരി അതിന്റെ അതോറിറ്റി ഇതിൽ വരുന്നതാണ്. എനിക്ക് സൈൻ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ സൈനിങ് അതോറിറ്റിയാണ്. ഈ സൈനിങ് അതോറിറ്റി ആയി എന്നെ മാറ്റിയത് ഒരു അധ്യാപകനാണ്. ആളുടെ ഒരു ടൈമിലെ ഇന്റർവെൻഷൻ, ആള് ആ ഒരു ഇന്റർവെൻഷൻ ചെയ്തതിലൂടെ എനിക്ക് 100% ഉറപ്പുണ്ട് ആയിരക്കണക്കിന് ആൾക്കാരെ എനിക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ അവരുടെ ലൈഫിൽ പോസിറ്റീവ് ചേഞ്ചസ് വരുത്താനും സാധിക്കും. അപ്പം അതുകൊണ്ട് NLP എന്ന് പറയുന്നത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പേരൻസ് ചെയ്യുന്നതായിട്ട്. പിന്നെ വേറെ നമുക്ക് ഇഷ്ടമില്ലാത്തതിനെ ഇഷ്ടപ്പെടുത്താനും ഇഷ്ടം ഉള്ളതിനെ ഇഷ്ടമല്ലാതാക്കാനും അങ്ങനെ ഒരു ടെക്നിക്ക് ഉണ്ട്. ഇതിൻ്റെ അകത്തുണ്ട്. അതൊരു വലിയ ബ്യൂട്ടിയും കൂടിയാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പം ഷിജ്മോൻ ഫോർ എക്സാമ്പിൾ യു ഹാപ്പൻ ടു ബി എ വിക്ടിം ഫോർ അറ്റ് ഫ്യൂ മിനിറ്റ്സ്. അതെ, ചക്കപ്പഴം ഭയങ്കര ഇഷ്ടമാണെന്ന് കൂട്ടാം. പക്ഷെ ഡോക്ടർ പറഞ്ഞു ഡ്യൂ ടു സം ഹെൽത്ത് ഇഷ്യൂസ് ഷിജ്മോൻ ഇനി മുതൽ ചക്കപ്പഴം കഴിക്കരുത്. പക്ഷെ ചക്കപ്പഴം എന്ന് പറയുന്നത് ജീവനാണ്. അപ്പൊ അത്തരം ഘട്ടത്തില് അല്ലെങ്കിൽ ഇപ്പൊ ബീഫ്, കൊളസ്ട്രോൾ ഒക്കെ ഉള്ള ആൾക്കാർക്ക് ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. കൊളസ്ട്രോൾ ഉള്ള ആൾക്ക് ബീഫ് ഒഴിവാക്കുക. അപ്പൊ ഈ ബീഫ് ഒഴിവാക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ആൾക്ക് പറ്റുന്നില്ല, ആഗ്രഹമുണ്ട്. അത്തരം ഘട്ടത്തിൽ ഈ NLPയുടെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മൊഡാലിറ്റിയാണ്, ഒരു ടെക്നിക്കാണ്, അതിനെ വിളിക്കുന്ന സബ് മൊഡാലിറ്റി. അതിലൂടെ മാറ്റം വരുത്തിയിട്ട് ഈ ഇഷ്ടം ഉള്ളതിനെ ഇഷ്ടമില്ലാതാക്കാൻ ഡോക്ടർ പറഞ്ഞു. ബീഫിന് പകരം മുരിങ്ങയില കഴിക്കാനും പറഞ്ഞു. ഈ മുരിങ്ങയില ആൾക്ക് ഇഷ്ടമില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഈ ബീഫിനെ ഇഷ്ടം നമ്മൾ ഒഴിവാക്കി കളയും. മുരിങ്ങയിലേക്ക് ഇഷ്ടമില്ലാത്ത സാധനത്തിൽ നമ്മൾ ഇഷ്ടം ഉണ്ടാക്കുന്നു. അങ്ങനെ വളരെ ഇഫക്റ്റീവായിട്ട് നമുക്കിത് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ NLPയിൽ പങ്കെടുക്കുന്നവര് ഇതെല്ലാം പഠിപ്പിക്കും അല്ലേ, എങ്ങനെ ചെയ്യേണ്ടതെന്ന്? ഇതിനകത്ത് ഏറ്റവും വലിയ പ്രത്യേകിച്ച് ഞാൻ ചെയ്യുന്ന നമുക്കൊരു സ്ഥാപനമുണ്ട്. അതിന്റെ പേര് മൈൻഡ്സൈ കൺസൾട്ടൻസി ഇന്റർനാഷണൽ എന്നാണ്, രജിസ്റ്റേർഡ് ആണ്, അതിന്റെ പാറ്റന്റ് ഒക്കെ എടുത്തിട്ടുള്ളതാണ്. മൈൻഡ്സൈ കൺസൾട്ടൻസി ഇന്റർനാഷണൽ, കാരണം ഐ ആം ആൻ ഇന്റർനാഷണൽ ഫിഗർ, മൂവ് അറൗണ്ട് ചെയ്യുന്നു. പിന്നെ NLP പോൾസ് അസോസിയേഷൻ എന്നും കൂടെ വിളിക്കുന്നുണ്ട്. അത് NLPക്ക് വേണ്ടിയിട്ട് നമ്മൾ കേരളത്തിൽ തന്നെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം അതിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഇത് എല്ലാവരിലേക്കും എത്തിക്കുക. അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു ഈ സർട്ടിഫിക്കറ്റ് യൂസ്ഫുൾ ആണ്. ഓക്കെ, ഈ സർട്ടിഫിക്കറ്റ് ഇന്ത്യൻ ഗവൺമെന്റ് അംഗീകരിച്ച സർട്ടിഫിക്കറ്റ് ആണല്ലോ. അത് പിന്നെ നമ്മൾ ഇതിൻ്റെ അകത്ത് MHRDയുടെ കീഴിൽ, നമുക്കറിയാം കേന്ദ്ര ഗവൺമെന്റ് കീഴിൽ നാഷണൽ സ്കിൽ ഇന്ത്യ മിഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കേരള ഗവൺമെന്റിനുണ്ട്. അപ്പൊ ഈ കേരള ഗവൺമെന്റിന്റെ ഒരു ഫ്രാഞ്ചൈസി, ഈ നാഷണൽ സ്കിൽ ഇന്ത്യ മിഷന്റെ ഫ്രാഞ്ചൈസി ഞാൻ എടുത്തിട്ടുണ്ട്. അതിന് ഡോക്യുമെന്റേഷൻ പ്രൊസീജിയറിലൂടെ പോയിട്ടാണ്. അപ്പം അങ്ങനെ എടുത്തിരിക്കുന്ന ഈ കോഴ്സ് ഷിജുമോന് അതിന്റെ കുറെ പഠിക്കാനുണ്ട്. സാധാരണ നമ്മൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ പഠിപ്പിക്കുകയും അത് പഠിച്ചു എന്ന് ഞാൻ ഉറപ്പാക്കി കഴിയുകയും ചെയ്യുമ്പോൾ ഞാൻ ഇതിന്റെ ഡീറ്റെയിൽസ് വെച്ചിട്ട് ഗവൺമെന്റ് അല്ലെങ്കിൽ നാഷണൽ സ്കിൽ ഇന്ത്യ മിഷനിലേക്ക് റിക്വസ്റ്റ് സെൻഡ് ചെയ്യും. അപ്പം അത് അവർ വെരിഫൈ ചെയ്യും, അത് കറക്റ്റ് ആണോ എന്ന് വെരിഫൈ ചെയ്തിട്ട് അതിന് വേണ്ടിയിട്ട് ഡോക്യുമെന്റ്സ് ലൈക്ക് പാസ്പോർട്ട് കോപ്പി അല്ലെങ്കിൽ ആധാറിന്റെ കോപ്പി അതൊക്കെ എടുക്കും. പിന്നെ അതിന്റെ മാർക്കുകൾ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അവർ ഗവൺമെന്റ്, അതായത് നാഷണൽ സ്കിൽ ഇന്ത്യ മിഷൻ തന്നെ എന്ത് ചെയ്യും, നാഷണൽ സ്കിൽ ഇന്ത്യ മിഷൻ നമുക്ക് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് നേരിട്ട് നിങ്ങളുടെ ഫോട്ടോ അതേപോലെ നിങ്ങളുടെ ID കാർഡൊക്കെ വെച്ച് നിങ്ങൾക്ക് തരികയും. ഒരുപാട് സമയമാണെന്ന് തോന്നുന്നു. എന്നാലും ഒരു ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ NLPയും സൈക്കോളജിയും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണത് കണക്ട് ചെയ്യുന്നത്? ആക്ച്വലി ദാറ്റ്സ് എ വെരി ഫാന്റാസ്റ്റിക് ക്വസ്റ്റ്യൻ ഐ വുഡ് സേ. ഈ NLP എന്ന് പറയുന്നത് നമുക്ക് ഒറ്റ വാക്കിൽ പറയുവാണെങ്കിൽ മനഃശാസ്ത്രത്തിന്റെ നവീന ശാഖയാണ് എന്ന് നമുക്ക് പറയാം. കാരണം പിരമിഡ് ഓഫ് സയൻസ് എന്ന് പറയും. അതിൽ വരുന്ന ഒന്ന് മാത്സ് ആണ്. ഇതിൻ്റെ അകത്ത് നമ്മൾ മാത്സ് ഉപയോഗിക്കുന്നുണ്ട്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, സോഷ്യോളജി, സൈക്കോളജി, ഫിലോസഫി, സയന്റിഫിക് ആണ്.
അപ്പം അതിൻ്റെ ഈ ഇഗ്നോറൻസ് എന്ന് പറയുന്നൊരു ഭാഗമാണ്. നമുക്ക് ഈ റിസൾട്ട് കിട്ടും. ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ ഇത് കഴിഞ്ഞ് ഭക്ഷണം കഴിക്കും. നമ്മൾ ഈ ഭക്ഷണം കഴിക്കുന്നതിന് പിന്നിലത്തെ കാര്യങ്ങൾ പലപ്പോഴും നമ്മൾ അത്ര ശ്രദ്ധിക്കുന്നില്ല. ഇപ്പം ബിരിയാണി അതിനുവേണ്ടി ചിലപ്പോൾ ഫ്യൂ അവേഴ്സ് അവർ സ്പെൻഡ് ചെയ്തിട്ടുണ്ടാകും. നമ്മൾ 2 മിനിറ്റ് കൊണ്ട് അത് കഴിച്ചു തീർക്കും. നല്ല വിശപ്പാണെങ്കിൽ ചുരുങ്ങിയ സമയം 5 മിനിറ്റ് കൊണ്ട് കഴിച്ചു തീർക്കും. അപ്പം അതേപോലെ തന്നെയാണ് ഇതൊരു ബിരിയാണിയാണ് NLP എന്ന് പറഞ്ഞത്. അതിന് പിന്നിലുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഒരുപക്ഷെ നമുക്ക് എണ്ണിയാൽ ഈ 10 ഫിംഗറിലും തീരാത്ര അത്രയും ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ. അതേപോലെ NLPയുടെ ഓരോ തെറാപ്പിക്കകത്തും 10 അതിലധികം സൈക്കോളജിക്കൽ സയന്റിഫിക്കലി പ്രൂവൺ ടെക്നിക്സ് നമ്മൾ ഉപയോഗിച്ചു. അതോടൊപ്പം ഇതിന്റെ ഒരു സൗന്ദര്യം കൂടെ എനിക്ക് ചേർക്കാനുണ്ട്. ഈ NLPയുടെ ഈ മോസ്റ്റ് ഫാസിനേറ്റിംഗ് ആൻഡ് ഇൻട്രസ്റ്റിംഗ് സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഏതൊരു വ്യക്തിക്കും ആരുടെ അടുത്ത് പോയി ഇത് വർക്ക് ചെയ്യാം. അതിന്റെ കാരണം ഒന്നും ഡിസ്ക്ലോസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കിപ്പോൾ ട്രോമ ഉണ്ടെങ്കിൽ ആ ട്രോമ എന്താണെന്ന് ഡിസ്ക്ലോസ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് നമ്മുടെ മൈൻഡിൽ തന്നെ കീപ്പ് ചെയ്താൽ. ഇപ്പൊ സിൻസ് വി നോ ഈച്ച് അതർ, ഇപ്പൊ എനിക്കൊരു ട്രോമ ഫീൽ ചെയ്തു. അപ്പൊ ഞാൻ ഷിജുമോന്റെ അടുത്ത് വന്നിട്ട് പറയാണ് ദിസ് ഈസ് ഹാപ്പൻഡ്. അപ്പൊ അത് പറയാൻ ഡ്യൂ ടു വേരിയസ് റീസൺസ് ഐ ഹാവ് എ കൈൻഡ് ഓഫ് ഒരു എന്താ പറയുക ഒരു ഇൽ ഫീൽ ഉണ്ടെന്ന്. അപ്പൊ ഞാൻ ഷിജുവിൻ്റെ അടുത്ത് പറയാണ് ഷിജുവൻ ഐ ഹാവ് സം ഇഷ്യൂ വിത്ത് സം കൈൻഡ് ഓഫ് ട്രോമ. ദാറ്റ്സ് ഇറ്റ്. അതെന്താണെന്ന് പറയേണ്ട ആവശ്യമില്ല. ആസ് ലോങ് ആസ് ഐ ഹാവൻ ഷെയർഡ് ഇറ്റ് വിത്ത് യു, ഞാൻ സേഫ് സൈഡിലാണ്. അല്ലെങ്കിൽ എനിക്ക് ഷിജുവിനെ കാണുമ്പോൾ ആക്ച്വലി എൻ്റെ മനസ്സിൽ തോന്നുന്നു അത് ഓർക്കുന്നുണ്ടോ, ഒരു ചലഞ്ച് അതിൽ വരുന്നുണ്ട്. ഇറ്റ്സ് ഓൾ റൈറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഇതിൻ്റെ മറ്റൊരു സൗന്ദര്യം കൂടി. ഏതായാലും ഇത്രയും നേരം പ്രേക്ഷകർക്ക് ഉപകാരപ്പെടുന്ന ഇത്രയും വിവരങ്ങൾ തന്നതിന് ഡോക്ടർ പോൾ തോമസിന് ഒരുപാട് നന്ദി. വീണ്ടും വരിക. വീണ്ടും ഒരുപാട് ആൾക്കാരെ നന്മയിലേക്ക് അല്ലെങ്കിൽ നല്ല ജീവിതത്തിലേക്ക്, ഒരുപാട് കുടുംബങ്ങളെ, ഒരുപാട് തലമുറകളെ നല്ല ഒരു ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.